Hi students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആദ്യം ഇതിനകത്തുള്ള തിയറികൾ നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ. സോ ചാപ്റ്ററിൻ്റെ പേര് സെറ്റ്സ് ആണ്. അപ്പോൾ സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അധികം ഇൻട്രൊഡക്ഷൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു കളക്ഷൻ എക്സാമ്പിളായിട്ട് പറയാം, AEIOU വവൽസ് ആണിത് അല്ലേ? AEIOU ഇതൊരു സെറ്റിൻ്റെ എക്സാമ്പിളാണ്, വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. ഇതേപോലെ ഒരുപാട് സെറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ, ലെസ് ദാൻ 10, സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് സെറ്റുകളുണ്ട്. ഇപ്പം ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ഒരു എക്സാമ്പിളാണ്. സെറ്റ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടാണ്. അപ്പോൾ ഒരു സിമ്പിൾ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തത്. ഇതൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ സ്മോൾ ലെറ്റർ A അത് സെറ്റ് ചെയ്യിക്കാത്തുള്ളൊരു എലമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്കത് സിമ്പിൾ ഉണ്ട്, സ്മോൾ ലെറ്റർ A ബിലോങ്സ് ടു ദ സെറ്റ് A, കറക്റ്റ് അല്ലേ? അപ്പോൾ അതിനൊരു സിമ്പിൾ ഉണ്ട്, സ്മോൾ ലെറ്റർ A ബിലോങ്സ് ടു സെറ്റ് A. ഇങ്ങനെയാണ് സിമ്പിൾ. ഒരു സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇങ്ങനത്തെ ഒരു സിമ്പിൾ. ഇതേപോലെ E ബിലോങ്സ് ടു സെറ്റ് A. E എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെറ്റ് ചെയ്യിക്കാത്തുള്ള എലമെൻ്റ് ആണ്. സിമിലർലി I ബിലോങ്സ് ടു സെറ്റ് A, O ബിലോങ്സ് ടു സെറ്റ് A. വാട്ട് അബൌട്ട് V? V ബിലോങ്സ് ടു സെറ്റ് A, അത് ശരിയാണോ? അത് തെറ്റാണ്. AEIOU അതിനകത്ത് V ഇല്ല അല്ലേ? അപ്പോൾ V ഡസ് നോട്ട് ബിലോങ് ടു A ആണ്. അപ്പോൾ ഈ സിമ്പിൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ സെറ്റ് വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്, പിന്നെ ഈ ബിലോങ്സ് ടുവിൻ്റെ സിമ്പിളും നിങ്ങൾക്ക് ക്ലിയർ ആയി. നെക്സ്റ്റ് വരുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. റെപ്രസെൻറ്റേഷൻ, നമുക്കൊരു സെറ്റ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഞാൻ വളരെ ബ്രീഫായിട്ടാണ് നമ്മൾ തിയറി പഠിക്കുന്നത്. നമ്മൾ ഇമ്പോർട്ടൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞുതരാൻ പോകുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഒരു സെറ്റ് എഴുതാണ് ഞാൻ. സെറ്റ് 3, 6, 9, 12, 15, 18. ഓക്കെ, ഇതൊരു സെറ്റാണ്. നമ്മൾ കൂടുതലും ഒരു സെറ്റിനെ ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. അതായത് എലമെൻറ്റുകളെല്ലാവരും കൂടിയും ഒരു കേളി ബ്രാക്കറ്റിനുള്ളിൽ ഇടാം. ഇതൊരു സെറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം. സെറ്റ് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒരു ഫോമാണ് റോസ്റ്റർ ഫോം. നമ്മൾ നോർമലി അങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എലമെൻസുകളെല്ലാവരും കോമിട്ട് ഒരു കേളി ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നു. ഈ റോസ്റ്റർ ഫോം ചില സമയങ്ങളിൽ നമുക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് എലമെൻസുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് എലമെൻസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് റോസ്റ്റർ ഫോം എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ വേറൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിന് നമ്മൾ ആദ്യം തന്നെ ഈ എലമെൻറ്റുകളൊന്നും ശരിക്കൊന്നും നോക്കാം. 3, 6, 9, 12, 15, 18 ഇത് ഏതെങ്കിലും ഒരു പാറ്റേണിലാണോ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂള് പ്രകാരമാണോ ഈ എലമെൻറ്റ് വരുന്നത്? അത് ഒരു എലമെൻറ്റ് ശരിക്കും നോക്കണം, എല്ലാ എലമെൻറ്റും വാച്ച് ചെയ്യണം. അല്ലാതെ കുറച്ച് എലമെൻറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എല്ലാ എലമെൻറ്റ്സും നല്ലപോലെ വാച്ച് ചെയ്യുക. ഈസ് ദർ എനി റൂൾ, ഏതെങ്കിലും റൂള് പ്രകാരമാണോ ഈ എലമെൻറ്റ് വന്നിരിക്കുന്നത്? യെസ്, ഇത് കണ്ടാൽ അറിയാം. ഇപ്പോൾ ഇത് വന്നിരിക്കുന്നതെല്ലാം 3യുടെ മൾട്ടിപ്പിൾസുകളായിട്ടാണ് അല്ലേ? 3, 6, 9, 12, 15, 18. പക്ഷേ 18 വരെയുള്ള മൾട്ടിപ്പിൾസ് അല്ലേ? നമ്മളത് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. സിമ്പിൾ ഉപയോഗിച്ചിട്ട് എഴുതണം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമ്മൾ സെറ്റിനകത്തുള്ള എലമെൻറ്റ് സാധാരണ ജനറലി എക്സ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ്. എക്സ് സച്ച് ദാറ്റ്, അതായത് ഏക്കകത്തുള്ള എലമെൻറ്റുകൾ ഉണ്ടല്ലോ, ഈ കാണുന്ന എലമെൻറ്റ്, നമ്മളതിനെ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എക്സ് എന്നുള്ളത് 3 ആവാം, എക്സ് എന്നുള്ളത് 6 ആവാം, എക്സിട്ര. എക്സ് എന്നുള്ളത് 18 ആവാം. ഇനി എന്താണ് എക്സ്? വെറും എക്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് എക്സ്? എക്സ് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ പോലെ എഴുതാം? നമ്മളങ്ങനെ സെൻറ്റൻസ് പ്രിഫർ ചെയ്യാറില്ല. എക്സ് ഒരു 3യുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു 3 × n. 3 × n എന്ന് പറയുമ്പോൾ 3 × 1, 3 × 2, 3 × 3, റൈറ്റ് അല്ലേ? ശരിയല്ലേ? അപ് ടു 3 × 6. 18 കിട്ടണമെങ്കിൽ 3 × 6 അല്ലേ?
ഇത്രയും പറയുമ്പോൾ അപ്പോൾ എൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എൻ ആരാണെന്ന് പറയണം അല്ലേ? എൻ ഒരു നാച്ചുറൽ നമ്പറാണ്. സ്മോൾ ലെറ്റർ എൻ ഇവിടെ ഒരു നാച്ചുറൽ നമ്പറാണ്. 1 2 3 4 അപ് ടു 6 വരെ കൊടുക്കുകയാണ്. എൻ നാച്ചുറൽ നമ്പർ ആണെന്ന് കാണിക്കാനായിട്ട് എൻ ബിലോങ്സ് ടു, എൻ ഈസ് എ മെമ്പർ ഓഫ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം, നാച്ചുറൽ നമ്പറിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 എക്സെട്ര. പിന്നെ അതുപോരാ, എൻ എവിടം വരെ കൊടുക്കും വാല്യൂസ്? സ്മോൾ ലെറ്റർ എൻ നമ്മൾ മാക്സിമം 6 വരെ കൊടുക്കുന്നുള്ളൂ. കാരണം 3 into 6 ആവുമ്പോഴാണല്ലോ ലാസ്റ്റ് എലമെന്റ് 18 വരുന്നത്. സോ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് എഴുതുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആവുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തെങ്കിലും ഒരു റൂള് പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കുക. ആ പാറ്റേൺ എഴുതുക. റിമെമ്പർ, എക്കകത്തുള്ള എലമെന്റ്സിനെ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് സെറ്റ് ടു ബി സെറ്റ് ബിൽഡർ ഫോം. ഇത് നമ്മൾ പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഒരു സെറ്റ് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്ക് ഒരു പ്രോബ്ലം നോക്കിയാലോ. പിന്നെ വേറൊരു ചെറിയൊരു കാര്യം പറയട്ടെ. ഒരു സെറ്റിനകത്ത് ചെറിയൊരു കാര്യം നോട്ടായിട്ട് എഴുതിയാൽ മതി. ഒരു സെറ്റിനകത്ത് എലമെന്റുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ എം ടി സെറ്റ് എന്ന് പറയും. അതൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ, ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു സെറ്റിനകത്ത് എലമെന്റുകളൊന്നുമില്ല. ഇപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റ്, ഇതിനകത്ത് ഒന്നും ഇല്ല, എലമെന്റുകളൊന്നും എഴുതാനില്ല എങ്കിൽ നമ്മൾ അതിനെ എം ടി സെറ്റ് എന്ന് പറയും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റ് ബിൽഡർ ഫോം ഞാൻ എഴുതാൻ പോവാണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. ഒരു സെറ്റ് ബിൽഡർ ഫോം എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 1. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇതൊരു സെറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം ആണ്. എ എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ള എലമെന്റ് ആണ് എക്സ്. എക്സിന് എന്തൊക്കെ വാല്യൂസ് കിട്ടും? എക്സിന്റെ വാല്യൂ 1-നേക്കാളും കുറവാണ്. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. 1-നേക്കാളും കുറവുള്ള നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. 1-നേക്കാളും കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പർ ഇല്ല. അപ്പോൾ ഈ സെറ്റ് ബിൽഡർ ഫോം റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എലമെന്റുകളൊന്നും എഴുതാനില്ല. നോ വാല്യൂ ഫോർ എക്സ് അല്ലേ? നോ വാല്യൂ ഫോർ എക്സ്. അപ്പോൾ ഇങ്ങനെ എലമെന്റ് ഒന്നും ഇല്ലാത്തതിന് നമ്മൾ പറയുന്ന പേരാണ് എം ടി സെറ്റ്. ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം, എം ടി സെറ്റ്. അതിന് വേറൊരു പേരാണ് നൾ സെറ്റ്, ഡിനോട്ടഡ് ബൈ 5. ഇങ്ങനെ ഒരു ഗ്രീക്ക് സിമ്പിളാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ നോ എലമെന്റ്. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ എം ടി സെറ്റ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ എം ടി സെറ്റ് ആവാത്തത് ആരൊക്കെയാണ്? എം ടി സെറ്റ് അല്ലാത്തത് ഇവിടെ ഓപ്ഷൻ എ നോക്കിയേ, സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ്. അത് എം ടി, അത് എന്താണ്? എം ടി ആണോ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ എം ടി സെറ്റ്? സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പർ ഏതാണ്? സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പർ ഏതൊക്കെയാണെന്ന് പറയാമോ? ഈവൻ പ്രൈം നമ്പർ അല്ലേ? 2 ഒരു ഈവൻ പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 2 3 5 7 അതൊക്കെ പ്രൈം നമ്പർ ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലേ? 2 ഒരു ഈവൻ പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഓപ്ഷൻ എ നോൺ എം ടി ആണ്. ഞാൻ എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്യാണ് കേട്ടോ. ദിസ് ഈസ് നോൺ എം ടി. ഇതിനകത്ത് എലമെന്റ് ഉണ്ടല്ലോ, റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എലമെന്റ് ഉണ്ട്. ദെൻ ബി നോക്കാം, ഓപ്ഷൻ ബി എ ഈക്വൽ ടു എക്സ്. ആക്ച്വലി ആൻസർ ആയി കഴിഞ്ഞു, എങ്കിലും ഇതൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി ചെയ്യുന്നു. ഓക്കെ, ഓപ്ഷൻ ബി എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് ഈസ് റാഷണൽ അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 2 0 ആവണം. എക്സ് സ്ക്വയർ മൈനസ് 2 0 ആവണമെങ്കിൽ എക്സ് സ്ക്വയർ 2 ആവും. ഓർ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2 വരും. ഇത് റാഷണൽ അല്ല. √2 റാഷണൽ ആണോ? പഠിച്ചിട്ടില്ലേ? √2 ഇറാഷണൽ ആണ്. അതായത് ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ ഫോമിൽ എഴുതാൻ പറ്റില്ല √2നെ. ശരിയല്ലേ?
ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് റാഷണൽ. റൂട്ട് ടുവിനെ നമുക്ക് ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ ആക്കാൻ പറ്റില്ല, അപ്പോൾ അത് റാഷണൽ അല്ല. അപ്പോൾ ബി ഈസ് നൾ സെറ്റ്. ബി ഈസ് നൾ സെറ്റ്. എക്സിന് റാഷണൽ വാല്യൂ കിട്ടുന്നില്ല. ഇനി ഓപ്ഷൻ സി, സെറ്റ് ബിൽഡർ ഫോം ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ എല്ലാ ഓപ്ഷൻസും എടുക്കുന്നത്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ലെസ് ദാൻ 8 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 12. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. എക്സിൻ്റെ വാല്യൂ 8-നേക്കാളും കുറവായാൽ മാത്രം പോരാ, എക്സിൻ്റെ വാല്യൂ 12-നേക്കാളും കൂടുതലാവുകയും വേണം. അങ്ങനത്തെ ഒരു നമ്പർ പറയാൻ പറ്റുമോ? 8-നേക്കാളും കുറവായാൽ മാത്രം പോരാ, 12-നേക്കാളും കൂടുതലാവുകയും വേണം. അങ്ങനെ ഒരു നമ്പർ ഇല്ല. 8-നേക്കാളും കുറവുള്ള നമ്പർ ഇഷ്ടംപോലെ ഉണ്ട്, 7, 6, 5, 4 അല്ലേ? പക്ഷേ അത് എക്സിനെ 8-നേക്കാളും ആകുന്നതോടൊപ്പം തന്നെ 12-നേക്കാളും കൂടുതലാവുകയും വേണം. അങ്ങനെ നമ്പർ ഇല്ല. സോ സി ഈസ് എ നൾ സെറ്റ്, എം ടി സെറ്റ്. ഇനി നമുക്ക് ഡി നോക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോയിന്റ് കോമൺ ടു എനി ടു പാരലൽ ലൈൻസ്. രണ്ട് പാരലൽ ലൈന് കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എക്സ്. രണ്ട് പാരലൽ ലൈന് കോമൺ പോയിന്റ് ഇല്ലല്ലോ. രണ്ട് പാരലൽ ലൈൻ ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. മീറ്റ് ചെയ്യുമ്പോഴല്ലേ കോമൺ പോയിന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഡി ഈസ് ഓൾസോ എം ടി സെറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ.